പള്ളിക്കും അമ്പലത്തിനുമൊക്കെ കിട്ടുന്ന ഫണ്ടിന് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുമോ? ഹായ്, ഞാൻ മെൽവിൻ ജോസഫ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നമ്മളിൽ പലരും പള്ളികളിലേക്കും അമ്പലങ്ങളിലേക്കുമൊക്കെ സംഭാവനകൾ കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കിട്ടുന്ന ഫണ്ടിന് അവർ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരുമോ എന്ന്? ഇൻകം ടാക്സ് ആക്ടിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പകരം അവർക്കുള്ളത് ടാക്സ് എക്സംഷൻസ് ആണ്. ഈ ടാക്സ് ഇളവുകൾ കിട്ടണമെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു പബ്ലിക് റിലീജിയസ് ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു പള്ളിയുടെ കേസ് നമുക്ക് എടുക്കാം. ഇവർക്ക് ടാക്സ് ഇളവ് കിട്ടണമെങ്കിൽ ആദ്യമേ തന്നെ അവർ ഇൻകം ടാക്സ് ആക്ട് 2025 സെക്ഷൻ 332 പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പള്ളിക്ക് കിട്ടുന്ന ഫണ്ടിന്റെ മിനിമം 85% അവർ റിലീജിയസ് പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു പള്ളിക്ക് ഒരു വർഷത്തിൽ ടോട്ടൽ ഒരു 35 ലക്ഷം ഫണ്ട് കിട്ടി എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ 35 ലക്ഷത്തിന്റെ മിനിമം 85% റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ടാക്സിൽ ഈ പറയുന്ന ഇളവ് കിട്ടുകയുള്ളൂ. പള്ളികൾക്കും അമ്പലത്തിനുമൊക്കെ കിട്ടുന്ന എമൗണ്ട് ആക്ച്വലി ടാക്സ് ഫ്രീ അല്ല. അതിനായി പ്രോപ്പർ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മിനിമം 85% യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ പ്രോപ്പർ ഓഡിറ്റും ITR ഫയലിങ്ങും ഒക്കെ ചെയ്താലാണ് ഈ പറയുന്ന ടാക്സ് ഇളവുകൾ കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.